ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കബാബാണ്. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി എഗ് കബാബ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ്. പിന്നെ ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, പിന്നെ സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, മല്ലിയില ചോപ്പ് ചെയ്തത്, ബ്രെഡ് ക്രംസ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളൊരു ബൗളിലേക്ക് നമ്മൾ വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസിന്റെ സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോ മീഡിയം സൈസ്ഡ് ബോൾസ് ആക്കി മാറ്റണം. ഇങ്ങനെ മീഡിയം സൈസ്ഡ് ബോൾസ് ആക്കിയിട്ട് ഒന്ന് കൈയിന്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിന്റെ നടുവിലേക്ക് നമ്മൾ വേവിച്ചിട്ട് 4 മുറിച്ച് വെച്ച മുട്ടയിൽ ഒന്നെടുത്തിട്ട് നടുവിലേക്ക് വെച്ചുകൊടുത്ത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ മസാല കൊണ്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഉന്നക്കായന്റെ ഒക്കെ ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു മൈദപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഉണ്ടാക്കിയ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. അപ്പൊ അതാ നമ്മുടെ എഗ് കബാബ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. അപ്പൊ അത് ചൂടായിട്ടുണ്ട് എണ്ണ. അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതാ നമ്മുടെ എഗ് കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching my video and please like, comment and subscribe my channel.